നമസ്കാരം. കിട്ടിയ അവസരത്തിൽ ആ ചുരുക്കങ്ങ് തീർത്തു. സ്വർണം കട്ടതിൽ മുങ്ങി നാറി വെളുത്തു നിൽക്കുമ്പോഴും മോദിക്ക് എന്ത് കുറവുണ്ടെന്ന് നോക്കി നടക്കുകയാണ് സഖാക്കൾ. മോദി ഒന്നും തന്നില്ല എന്ന നിലവിളി മാത്രമാണ് ഈ മന്ത്രിസഭയിലെ അവസാന ബഡ്ജറ്റിലും സഖാക്കൾ. തന്നതും ഉണ്ടായിരുന്നതുമൊക്കെ കട്ടുതിന്നിട്ട് മുറുമുറുപ്പ് മാറുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരം കേന്ദ്രം കവർന്നെടുക്കുന്നുവെന്ന കുറ്റപ്പെടുത്തലുമായിരുന്നു ധനമന്ത്രി KN ബാലഗോപാലന്റെ ബജറ്റ് അവതരണം. ഫെഡറലിസം ഇന്ത്യയുടെ ആത്മാവാണെന്നും അത് തകർക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവകാശങ്ങളിൽ കടന്നുകയറി ഫെഡറലിസം തകർക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെയുള്ള പ്രതിഷേധം ബജറ്റിൽ രേഖപ്പെടുത്തുകയാണെന്നും KN ബാലഗോപാൽ വ്യക്തമാക്കി. കേന്ദ്രം സംസ്ഥാനത്തിനുള്ള നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കുകയാണെന്നും വായ്പാ പരിധി കുറച്ചുവെന്നും തൊഴിലുറപ്പ് പദ്ധതിയുടെ അന്ത്യത്തിൽ ആരംഭം കുറിച്ചുവെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിലെ സാമ്പത്തിക നയങ്ങളും കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അധികാര വിഭജനവും ഇന്ന് വലിയ വിവാദ വിഷയമായിരിക്കുകയാണ്. സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ അതീവ വിമർശനം കേരളത്തിലെ സർക്കാരിന്റെ നിയമവിരുദ്ധ നിലപാടുകളെയും സാമ്പത്തിക ദണ്ഡനങ്ങളുടെ ലംഘനത്തെയും വെളിപ്പെടുത്തുന്നു. ഫെഡറലിസം ഇന്ത്യയുടെ ആത്മാവാണ് എന്ന് പറഞ്ഞ ബാലഗോപാൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ ഭേദിച്ചുവെന്ന് ആരോപിക്കുമ്പോൾ സത്യസന്ധമായ പരിശോധനയിൽ ഇത് കേരള സർക്കാരിന്റെ ഭരണപരമായ പരിമിതികൾ മറയ്ക്കാനുള്ള ശ്രമമാണ് എന്ന് വ്യക്തമാണ്. മുൻ കേന്ദ്രമന്ത്രിമാരുടെ കാലത്ത് നിർമ്മിതമായ സാമ്പത്തിക തന്ത്രങ്ങളും നിക്ഷേപ മാർഗങ്ങളും ഉപേക്ഷിച്ച് പിണറായി സർക്കാർ കുറ്റബോധരഹിതമായ അധികാര ഹത്യയിൽ ഏർപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ നികുതി പങ്ക് കുറച്ചതും കടബാധിത പരിധികൾ നിയന്ത്രിച്ചതും തൊഴിലവകാശത്തിനുള്ള പദ്ധതികളിൽ വെട്ടിക്കുറവ് വരുത്തിയതും ഇതൊക്കെ വാസ്തവമാണെങ്കിൽ എല്ലാം ഈ നടപടികൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മാനദണ്ഡങ്ങളെ ശക്തമായി ബാധിക്കുന്നവയാണ് എന്നത് വാസ്തവമാണ്. എന്നാൽ കേരളത്തിലെ ഭരണകൂടം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ തന്നെ ഓരോ സാമ്പത്തിക പ്രശ്നത്തെയും കേന്ദ്ര സർക്കാർ വൻതോതിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതായി പ്രചരിപ്പിക്കുന്നു എന്നതാണ് ഇതിന്റെയൊക്കെ പിന്നാമ്പുറത്തെ ഈ യാഥാർത്ഥ്യം. ഈ സാഹചര്യത്തിൽ മോദി സർക്കാർ ഇന്ത്യയുടെ ഘടനാപരമായ ഫെഡറലിസത്തെ ശക്തിപ്പെടുത്തുന്നുവെന്ന് പറയേണ്ടതാണ്. സംസ്ഥാനങ്ങൾക്ക് കൃത്യമായ ധനാധികാരം നൽകിയും സാമ്പത്തിക തന്ത്രങ്ങളുടെ വികസനത്തിന് പ്രാപ്തിയുണ്ടാക്കിയും കേന്ദ്രം പ്രവർത്തിക്കും. എന്നാൽ പിണറായി സർക്കാരിന്റെ സജീവ ആരോപണങ്ങൾ മറിച്ച് ജനങ്ങളുടെ വളർച്ചയ്ക്കും തൊഴിൽ സാധ്യതകൾക്കും അവകാശങ്ങൾക്കും കേന്ദ്ര സർക്കാർ വഴിതെളിക്കും. കേരള സർക്കാരിന്റെ ധനരീതികൾ പൊതുജനങ്ങളുടെ ക്ഷേമത്തിന് അപകടകരമാകുമ്പോഴും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ വികസനത്തിലേക്ക് നയിക്കുന്നു എന്നത് വാസ്തവമാണ്. കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തോടുള്ള അവഗണനകൾക്കിടയിലും സംസ്ഥാനം പിടിച്ചുനിന്നു. വികസനത്തിൽ കുറവുണ്ടായിട്ടില്ല. തൊടുന്യായം പറഞ്ഞ് കേന്ദ്രം അർഹമായ വിഹിതം വെട്ടുകയാണ്. സംസ്ഥാനത്തിന്റെ കടം താങ്ങാവുന്ന പരിധിയിലാണെന്നും ഒക്കെ KN ബാലഗോപാൽ തുറന്നടിച്ചു. രണ്ടാം LDF സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത് ഏറെ സന്തോഷത്തോടെയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിച്ചു തുടങ്ങി. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കിയെന്നും KN ബാലഗോപാൽ പറഞ്ഞു. കേരളത്തിന്റെ വികസനക്ഷേമ പദ്ധതികൾ ഓരോന്നായി ചർച്ചയ്ക്കെടുക്കാമെന്ന ആത്മവിശ്വാസമുണ്ട് എന്നും 10 വർഷത്തിനിടെ ന്യൂ നോർമൽ കേരളത്തെ കെട്ടിപ്പടുക്കാനായി എന്ന അവകാശവാദം ബജറ്റിൽ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു. കേരളത്തിലെ പിണറായി സർക്കാരിന്റെ കേന്ദ്രവിരുദ്ധ പ്രസ്താവനകൾ രാഷ്ട്രീയ പ്രചരണത്തിന് മാത്രമാണ് എന്ന് വ്യക്തമാണ്. കേന്ദ്ര സർക്കാർ രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയെ ബലപ്പെടുത്തുന്ന നയങ്ങൾ നടപ്പിലാക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ വിമർശനം അടിസ്ഥാനരഹിതവും ജനവിരുദ്ധവുമാണ്. മോദി സർക്കാരിന്റെ സാമ്പത്തിക ധാരണകളും നികുതി പങ്കുകളും കടബാധ്യത നിയന്ത്രണങ്ങളും തൊഴിലവകാശ പദ്ധതികളിലെ ഉറച്ച പിന്തുണയും ഇവ കേരളത്തിന്റെ സമ്പദ് വികസനത്തിന് ആധാരവുമാണ്. കേരള സർക്കാർ കേന്ദ്രത്തിന്റെ സാമ്പത്തിക ശക്തിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിലൂടെ ജനങ്ങളെ തന്നെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാർ സുസ്ഥിര വികസനത്തിനും സാമ്പത്തിക നില മെച്ചപ്പെടുത്തലിനും പ്രതിബദ്ധമാണ് എന്ന് തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ത്യയുടെ ഫെഡറലിസം കേന്ദ്ര സംസ്ഥാന താല്പര്യങ്ങൾ സുസ്ഥിരമായി സംരക്ഷിക്കുന്നതിലൂടെ മാത്രം ശക്തമാകുമെന്ന് വ്യക്തമായി കാണുന്നുണ്ട്. അതിനാൽ കേരളത്തിൽ പിണറായി സർക്കാരിന്റെ കേന്ദ്രവിരുദ്ധ ഡയലോഗുകൾ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുമ്പോഴും മോദി സർക്കാർ ജനഹിതം മുൻനിർത്തിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് നിഷ്കളങ്കമായ പ്രതിഫലം നൽകുന്ന സർക്കാർ മോഡലാണ് മോദി സമ്മാനിക്കുന്നതെന്ന് കൊച്ചുകുട്ടികൾ പോലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് പച്ചയായ സത്യം.